ഹൈദരാബാദ് മുംബൈയും ഡൽഹിയൊക്കെ പോയി കഴിഞ്ഞാൽ മുസംബി ജ്യൂസ് വെക്കുന്ന കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സ്ട്രീറ്റിൻ്റെ പല കോണുകളിൽ കാണാൻ സാധിക്കും. കോഴിക്കോട് അങ്ങനെ അധികമൊന്നും സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കാണാൻ സാധിക്കില്ല. ഞാൻ ഗാന്ധി റോഡിൽ അങ്ങനെ ഒരു സ്ട്രീറ്റ് വെൻഡറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒതൻറ്റിക് സ്ട്രീറ്റ് സ്റ്റൈൽ മുസംബി ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. आपका नाम? महेंद्र दास। आप कहाँ से? हम झारखंड से। कितने साल से यहाँ बिजनेस कर रहे हैं? हम 15 साल से सर बिजनेस कर रहे हैं यहाँ पे। यह जो मौसमी है ना, इसका छिलका निकालना मुझे बहुत मुश्किल लगता है. ये निकालना आसान है? जैसे आपको काम ये मालूम नहीं तो आपको मुश्किल है थोड़ा, हम हर दिन काम करते थे, मेरे के लिए ठीक है, आसान है. ठीक है, थोड़ा दिखाएगा? हाँ दिखाएंगे, क्यों नहीं सर. जैसे मौसमी है सर, ऐसे कट की चारों तरफ से ऐसे कट करके. इतना आसान है क्या? हाँ सर. സംഭവം വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ 4 വര വരച്ചിട്ട് വെറുതെ വലിച്ചാൽ മതി, തോലെല്ലാം പോരും. मौसमी जूस का प्राइस कितना है? 50 रुपीज़. मुझे एक देना. आइस शुगर चाहिए? आइस नहीं चाहिए, शुगर भी नहीं चाहिए, नमक डाल देना. कौन सा नमक? काला नमक डाल दो. ओके सर. एक ग्लास बनाने के लिए कितना मौसमी चाहिए? सर ऐसे मौसमी का साइज जैसा होता है, बड़ा होता है, छोटा होता है. ऐसे 4 है, 5 है. मौसमी साइज बड़ा है तो 3 भी 4. മുസംബിയുടെ സൈസ് വലുതാണെങ്കിൽ 3 മുസംബി കൊണ്ട് 1 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് മഹേന്ദ്രദാസ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ മുസംബിയുടെ എണ്ണം കൂടും, 4ഓ 5ഓ ഒക്കെ എടുക്കും. ഇത് യാതൊരു മിക്സും ഇല്ലാത്ത ജ്യൂസാണ്, വെള്ളമൊന്നും കൂട്ടാതെ മുസംബി ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം സ്ട്രീറ്റ് സ്റ്റൈൽ മുസംബി കൈ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, നന്നായിട്ടുണ്ട്. നല്ല ഫ്രഷ് മുസംബിയുടെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടിൻ്റെ ആ ഒരു ഫ്ലേവറും ഉണ്ട്, രസമുണ്ട്. ലൊക്കേഷൻ ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടാണ്. പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ കൗസർ മന്ദിക്ക് അടുത്താണ്.